ഇതൊരു പുതിയ സംഭവമാണെന്ന് തോന്നും വിധം പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല. ഞങ്ങൾ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പിൻവലിച്ചിട്ടുണ്ടാവും. ചിലത് അഴിമതി കേസുകൾ പോലും പിൻവലിച്ചവരാണ് ഇപ്പോൾ പുതിയ ന്യായവാദവുമായി ഇറങ്ങുന്നത്. സർ, രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ലീലാവിലാസമായി മാത്രമേ ഇത് കാണാൻ കഴിയുകയുള്ളൂ. നമസ്കാരം. കയ്യാങ്കളി കേസിൽ നിന്ന് വി ശിവൻകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് കരണത്തടി കിട്ടിയിട്ടും സർക്കാർ നടപടികളെ സഭയിൽ ന്യായീകരിച്ച് വശം കെട്ടു ഇന്ന് മുഖ്യമന്ത്രി. രാജ്യത്തെമ്പാടുമുള്ള നിയമസഭകളിലെ അക്രമങ്ങളുടെ പട്ടിക നിരത്തി കയ്യാങ്കളിക്ക് വെള്ളപൂശാനാണ് ഇന്ന് മുഖ്യമന്ത്രി ശ്രമിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട് പരാമർശമില്ലാത്തതുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കേണ്ടെന്ന വിചിത്ര യുക്തിയും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. പക്ഷേ CJM കോടതിയിൽ വിചാരണ തുടങ്ങുമ്പോൾ സർക്കാർ വാദിയും സർക്കാരിലെ ഒരു മന്ത്രി പ്രതിയുമാകുന്ന വൈചിത്രത്തെക്കുറിച്ച് സർക്കാരിന് മറുപടിയില്ല. പ്രിവിലേജും ഒഫൻസും രണ്ടാണെന്ന പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന സാമാന്യ യുക്തി പോലും സർക്കാരിന് ദഹിക്കുന്നുമില്ല. മുണ്ടും മാടിക്കുത്തി നിയമസഭാ ഡെസ്കിലൂടെ ചില്ലാട്ടം പറക്കുന്ന മന്ത്രി കേരളത്തിലെ കുട്ടികൾക്ക് ബെസ്റ്റ് മോഡൽ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ കുത്തി നോവിക്കുന്ന പരിഹാസം. നിയമസഭയ്ക്ക് പുറത്ത് തെരുവുകളിലും ശിവൻകുട്ടിക്കെതിരെ ഇന്ന് പ്രതിഷേധം ആഞ്ഞടിച്ചു. തിരിച്ചടി കിട്ടുമെന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ച് സുപ്രീം കോടതി വരെ പോയ സർക്കാരിന് പ്രതീക്ഷിച്ചതിലും മാരകമായ പ്രഹരമാണ് കിട്ടിയത്. എന്നിട്ടും ന്യായീകരിച്ച് നാണം കെടണോ? ഇതാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ചർച്ചയിൽ നമ്മളോടൊപ്പമുള്ളത് ശ്രീ M. നൌഷാദ് MLA CPM-ൽ നിന്ന്, ശ്രീ PC വിഷ്ണുനാഥ് MLA കോൺഗ്രസിൽ നിന്ന്, അഭിഭാഷകരായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം ശ്രീ M. നൌഷാദ്, 78 പേജുള്ള ഒരു വിധി പ്രസ്താവത്തിലൂടെ എന്താണ് പ്രിവിലേജ്, എന്താണ് ഒഫൻസ് എന്ന് കൃത്യമായി വളരെ വിശദമായി സുപ്രീം കോടതി ഇന്നലെ വിധി പ്രസ്താവത്തിൽ വിശദീകരിച്ചു. അത് കഴിഞ്ഞാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിച്ചത്. അതിൽ തെറ്റ് പറ്റിയിട്ടില്ല, വീഴ്ച പറ്റിയിട്ടില്ല എന്ന വാദങ്ങളാണ് ഇന്നും മുഖ്യമന്ത്രി നടത്തിയത് സഭയിൽ. നമ്മൾ ന്യായീകരണ തൊഴിലാളികൾ എന്നൊക്കെ പറയാറുണ്ട്. അവരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം ന്യായീകരണങ്ങളിലൂടെ സർക്കാരും മുഖ്യമന്ത്രിയും ഈ ജനങ്ങളും തന്നെ നാണം കെടുകയല്ലേ? അല്ല, തികച്ചും അടിസ്ഥാനരഹിതമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ശ്രീജ നടത്തിയത്. ഒന്ന്, ഒരു സുപ്രീം കോടതി നിലവിൽ നിയമസഭയ്ക്കകത്തുണ്ടായ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൻ്റെ വിചാരണ നടത്തണം എന്ന് വിധിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ശിവൻകുട്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം സഭയെ സ്തംഭിപ്പിച്ചത്. ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ ഈ കേസിൽ പ്രതിയാണെന്ന് അഫിഡവിറ്റ് കൊടുത്തിട്ട് തന്നെയാണ് മത്സരിച്ചത്. ശിവൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും നിലവിൽ ഈ കേസിൽ വിചാരണ നേരിടണം എന്നുള്ള വിധി നിലനിൽക്കുമ്പോൾ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അന്നും അദ്ദേഹം കേസിലെ പ്രതിയാണ്, ഇപ്പോഴും കേസിലെ പ്രതിയാണ്. ഇവിടെ കേസിൽ സർക്കാർ കേസിന് പോയതും വിഡ്രോ ചെയ്യാൻ അനുമതി കൊടുത്തത്, ഈ കേസ് വിഡ്രോ ചെയ്യാൻ സർക്കാർ അനുമതി കൊടുത്തത് നിലവിൽ പുതിയ സംഭവമൊന്നുമല്ല. ആയിരക്കണക്കിന് കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചില സമരങ്ങൾ നടത്തുമ്പോൾ തന്നെ ആ സമരത്തിൻ്റെ ഒത്തുതീർപ്പിൽ തന്നെ സർക്കാർ ഉണ്ടാക്കുന്ന നിബന്ധനയാണ് സമരവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കേസുകളെല്ലാം പിൻവലിക്കും എന്നൊക്കെ ഉള്ളത്. ഇവിടെ UDF-ന് ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെടാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? ഇവിടെ ആദ്യത്തെ സംഭവമാണോ? ഞാൻ പറയല്ലോ, ശിവൻകുട്ടി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഈ കേസിൽ പ്രതിയാണ്. ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതി ശിവൻകുട്ടി കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ല. വിചാരണയെ നേരിടണം എന്ന് പറഞ്ഞു. ആ വിചാരണയെ നേരിടണം എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും കേസ് പിൻവലിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്, കീഴ്വഴക്കം നമുക്കുണ്ട്. ആയിരക്കണക്കിന് കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്.
ഇവിടെ മന്ത്രിമാർ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസ് വിചാരണയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മന്ത്രിമാരായിരുന്നിട്ടുള്ളത് ആദ്യ സംഭവമല്ല. അപ്പം മന്ത്രി കെ ബാബു, അടൂർ പ്രകാശ്, CN ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വിചാരണയെ നേരിടുമ്പോൾ തന്നെയാണ് മന്ത്രിയായി തുടരുന്നത്. കേസുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കേസുകൾ എന്നുള്ളതിൽ എല്ലാം ക്രിമിനൽ കേസ്. എന്താണ് കേസ്, ഏത് കേസ് എന്നുള്ളതല്ലോ. ഇപ്പം അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് കേസ് എന്താണെന്നുള്ള തരത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ക്രിമിനൽ കേസെല്ലാം ഒരേ നിലവാരത്തിലുള്ളതാണ്. ഇവിടെ നിയമസഭയ്ക്കകത്ത് നടന്നതാണ്. ഇവിടെ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ നിലവിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിലവിലുള്ള നമ്മൾ തുടർന്ന് വരുന്ന രീതി അനുസരിച്ച് തന്നെയാണ് സർക്കാർ കോടതിയിൽ പോയതെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് അദ്ദേഹം ഒട്ടേറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെയെല്ലാം എടുത്തിട്ട് ന്യായീകരണ തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുക, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഒരു ന്യായീകരണത്തിൻ്റെയും പ്രശ്നമില്ല. ഇവിടെ ആയിരക്കണക്കിന് കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. ശിവൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പുതുതായി ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ കേസിൽ പ്രതിയാണ്. അതേ സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പോൾ. അന്നും വിചാരണ നേരിടണം എന്നുള്ള വിധി നിലനിൽക്കുകയാണ്. ഇപ്പോൾ അത് സുപ്രീം കോടതിയും കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കീഴ്വഴക്കങ്ങൾ, സുപ്രീം കോടതിയുടെ ഒരു വിധിയൊക്കെ വരുമ്പോൾ അതാണ് നമ്മൾ കീഴ്വഴക്കങ്ങളായി സ്വീകരിക്കാറുള്ളത്. ഇന്ന് വരെ ആ തരത്തിലുള്ളൊരു വിധി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹൈക്കോടതിയിലും ഒക്കെ കേസിന് പോയത്. അപ്പോൾ ആ പോയതിലും ഒരു പെശകുമില്ല. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതി വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. അതിനെ തുടർന്നുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. ശരി. ശ്രീ PC വിഷ്ണുനാഥ്, ഇതാണ് പ്രധാനപ്പെട്ട വാദം. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കേസുണ്ട്, അത് കഴിഞ്ഞ് മന്ത്രിയാകുമ്പോൾ കേസുണ്ട്. ഈ കേസിൽ വിചാരണ നടക്കണം, പിൻവലിക്കാനാവില്ല എന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു വ്യക്തിയെ എടുത്ത് ശിവൻകുട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എടുത്തോ യാതൊരു രീതിയിലുള്ള വിമർശനങ്ങളും നടത്തിയിട്ടില്ല. പിന്നെന്തിന് ശിവൻകുട്ടി രാജിവെക്കണം എന്നതാണ് സർക്കാരും ഭരണപക്ഷവും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സുപ്രീം കോടതി വിധി 2 രൂപത്തിൽ സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. തിരിച്ചടിയല്ല, മുഖത്ത് കിട്ടിയ അടിയാണ്. മുഖത്തടി കിട്ടിയിട്ടും ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വാദമാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ നൗഷാദും ഉയർത്തുന്നത്. 2 രൂപത്തിലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ലഭിച്ച തിരിച്ചടി 1, 2 നിയമപരമായി കിട്ടിയ തിരിച്ചടി. രാഷ്ട്രീയമായി കിട്ടിയ തിരിച്ചടിയിലേക്ക് ആദ്യം വരാം. കാരണം സുപ്രീം കോടതിയിൽ ഇവർ പറഞ്ഞത് എന്താണ്? ദെൻ ഫിനാൻസ് മിനിസ്റ്റർ കറപ്റ്റായിരുന്നു എന്നാണ്. പിന്നീട് കേരള കോൺഗ്രസ്സുകാർ ചില പ്രതിഷേധമൊക്കെ ഉയർത്തിയപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ഇവിടെ വാദം പറഞ്ഞെങ്കിലും ജഡ്ജ്മെൻറ്റിനകത്ത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മാണി അഴിമതിക്കാരനാണെന്നും ശ്രീ KM മാണി കോഴ മാണിയാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ബജറ്റ് അവതരിപ്പിക്കാൻ അവകാശമില്ല എന്നും പറഞ്ഞിട്ടാണല്ലോ കേരള നിയമസഭ തകർക്കുന്ന പോലെയുള്ള ഏറ്റവും ഭീകരമായ ഒരു പ്രവർത്തനം കേരള നിയമസഭയ്ക്കകത്ത് ഇവർ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ അവർക്കത് പറയാൻ പറ്റുന്നില്ല. നിയമസഭ തകർത്തത് എന്തിനാണ്? ഞങ്ങൾ സമരം ചെയ്യുകയായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരന് സമരം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ ന്യായീകരിക്കുന്നുണ്ട് മന്ത്രിയൊക്കെ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്ത സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എന്തിനെതിരായിരുന്നു എന്ന് ഒരു ചാനലിൽ വന്ന് പറയാൻ പോലും കഴിയാത്ത രാഷ്ട്രീയ ഗതികേട് ഒരിടത്ത്. 2, ഇത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണോ? സർക്കാർ ഈ കേസ് പിൻവലിക്കാൻ തീരുമാനമെടുക്കുന്നു, CJM കോടതി അത് തള്ളുന്നു. അവിടെ കൊണ്ട് തീരുമാനമല്ലോ, ഞങ്ങൾ വിചാരണ നേരിടാൻ കോടതി പറഞ്ഞു, അപ്പോൾ അത് അംഗീകരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് സർക്കാരിൻ്റെ അഭിഭാഷക പറഞ്ഞില്ലേ ഈ പൊസിഷൻ, അവർക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ അവർ പരസ്യമായി പറയുന്നില്ലേ? അതിനുശേഷം ഹൈക്കോടതിയിൽ പോകുന്നു, അവിടെ തിരിച്ചടി ഉണ്ടാകുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോകുന്നു, അവിടെ തിരിച്ചടി ഉണ്ടാകുന്നു. ശിവൻകുട്ടി മത്സരിക്കുമ്പോഴും മന്ത്രിയാകുമ്പോഴും ഇല്ലാതിരുന്നൊരു പ്രശ്നം അന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇത് അപ്പീലിൽ നിൽക്കുകയാണെന്നെങ്കിലും പറയാമായിരുന്നു. ഇപ്പോൾ അസന്നിഗ്ധമായി ലോ ഓഫ് ദി ലാൻഡ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റാണ്. അസന്നിഗ്ധമായി സുപ്രീം കോടതി ഇതിനകത്ത് വിചാരണ നേരിടണമെന്ന് ചുമ്മാതെ പറഞ്ഞൊരു വരിയിൽ തീർക്കുകയല്ല. ഇവിടെ കൃത്യമായി പറഞ്ഞത് എന്താ? ഇവർ പറയാൻ ശ്രമിച്ചത് ഇമ്മ്യൂണിറ്റിയും പ്രിവിലേജുമാണ്. അതിനേക്കാൾ ഏറ്റവും തമാശയായിട്ട് തോന്നുന്നത് ഇവർ സുപ്രീം കോടതിയിൽ സർക്കാർ വാദിച്ചത് ലാക്ക് ഓഫ് എവിഡൻസ് എന്നാണ്. ഈ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഇന്നലെയൊക്കെ ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകം മുഴുവൻ കണ്ട ഈ നിയമസഭ തല്ലിത്തകർക്കുന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രകടനം എല്ലാവരും കണ്ടതാണ്. ആ
ലോകം മുഴുവൻ കണ്ട അസംബ്ലിയുടെ വീഡിയോ റെക്കോർഡിങ്സിൽ ഇപ്പോഴുമുള്ള ഇതിന് എവിഡൻസ് ഇല്ല എന്ന് വാദിക്കുന്നു. സുപ്രീം കോടതി ചോദിക്കുകയാണ് സർക്കാർ അഭിഭാഷകനോട്, നിങ്ങൾ സർക്കാരിന് വേണ്ടി വാദിക്കാൻ വന്നതാണോ, പൊതുജനത്തിന് വേണ്ടി വാദിക്കാൻ വന്നതാണോ, പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വന്നതാണോ? മൂന്നാമത്തെ പ്രശ്നം, ഇതിനകത്ത് പൊതു താല്പര്യം എന്താണ്? പൊതു ഖജനാവിലെ പണം ചെലവഴിച്ചൊരു കേസ് സുപ്രീം കോടതിയിൽ നടത്തുമ്പോൾ അതിൻ്റെ പൊതു താല്പര്യം എന്താണ്? മറുപടി പറയണ്ടേ? പൊതു താല്പര്യം പൊതു ഖജനാവിലെ പണം ഉപയോഗിക്കുമ്പോൾ പൊതുമുതൽ നശിപ്പിച്ച പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ പൊതു താല്പര്യമാകും? അത് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് സർക്കാരിന്റെ പണം എന്ന് വെച്ചാൽ നമ്മളെ ടാക്സ് പേയറുടെ മണി പൊതുമുതൽ നശിപ്പിച്ച പ്രതിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശിവൻകുട്ടി മത്സരിക്കുമ്പോഴോ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴോ പറയാവുന്ന ആശ്വസിക്കാവുന്ന ഒരു കാര്യം, സുപ്രീം കോടതിയുടെ അപ്പീലിൽ നിൽക്കുകയല്ലേ. സുപ്രീം കോടതി പിന്നെ സർക്കാർ പിൻവലിക്കാൻ എടുത്ത തീരുമാനത്തെ അംഗീകരിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നാണ്. എന്നു മാത്രമല്ല, സുപ്രീം കോടതി വളരെ ക്ലിയറായി പറയുന്നു, കമ്മീഷൻ ഓഫ് ആക്ട്സ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി കനോട്ട് ബി ഇക്വേറ്റഡ് വിത്ത് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ ദ ലെജിസ്ലേച്ചർ. അപ്പം നിങ്ങൾ ആദ്യത്തെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതി ചോദിക്കുന്നു, നിയമസഭയിൽ ഒരംഗം വന്ന് മറ്റൊരംഗത്തെ തോക്കെടുത്ത് വെടിവെച്ചാൽ സ്പീക്കർ തീർത്തോളും, ഇത് പുറത്തുള്ളവരാരും ഇടപെടണ്ട എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ രൂപത്തിലുള്ള ഇമ്മ്യൂണിറ്റിയും പ്രിവിലേജും കിട്ടില്ല എന്നുകൂടി പറഞ്ഞതോടുകൂടി ഇത് വിചാരണ നടക്കട്ടെ എന്ന ഒറ്റവരി ഉത്തരവിനപ്പുറത്തേക്ക് പ്രാധാന്യം ഇതിന് വന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ അത്തരമൊരു തിരിച്ചടി ഏറ്റുവാങ്ങിയ ആ മന്ത്രിക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പോലെ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കാനുള്ള അവകാശമില്ല എന്ന് നമ്മൾ പറയുന്നത്. ശരി. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ കേസിനി ഇപ്പോൾ ഓഗസ്റ്റ് 9 CJM കോടതിയിൽ വിടുതൽ ഹർജിയായി എത്തുന്നു. ഇനി അങ്ങോട്ട് വിചാരണ, അങ്ങനെ ഈ കേസ് കോടതിയിലേക്ക് സജീവമായി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു വലിയ പ്രശ്നം, ഇപ്പോൾ ശ്രീ PC വിഷ്ണുനാഥ് പറഞ്ഞതുപോലെ, സർക്കാർ ഒരു വശത്ത് വാദി, ആരാണ് പ്രതി? ആ സർക്കാരിലെ മന്ത്രിയാണ് പ്രതി. അങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത് സർക്കാരിന്, അതുമാത്രമല്ല അവിടെ മന്ത്രി എന്ന് പറയുന്ന നമ്മളെല്ലാവരും തെരഞ്ഞെടുത്ത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി അവിടെ കുറ്റാരോപിതനായി നിൽക്കുകയാണ്. ഇതൊക്കെ അസാധാരണമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഈ രാജി ആവശ്യം എന്നൊരു വാദം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ രാജി ആവശ്യമായി പ്രതിപക്ഷം രംഗത്തെത്തുന്നത്. കോടതിയിൽ കാണാൻ പോകുന്നത് എന്താണ്? ഈ അസാധാരണമായ സാഹചര്യത്തെ എങ്ങനെയാണ് വിശദീകരിക്കുക? അല്ല, ഇതിനെ ഒരു അസാധാരണമായ സാഹചര്യമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രശ്നത്തെ, ഈ ഒരു വലിയ നിയമപ്രശ്നത്തെ രണ്ട് തലത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ക്രിമിനൽ നിയമത്തിലെ 321 വകുപ്പ് അനുസരിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ, ഗവൺമെന്റ് അല്ല പിൻവലിക്കാനുള്ള അപേക്ഷ കൊടുക്കുന്നത്, പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ വിത്ത് ദ കൺസെന്റ് ഓഫ് ദ ഗവൺമെന്റിന്റെ കൺസെന്റോടുകൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വതന്ത്രമായി അദ്ദേഹത്തിന്റെ മൈൻഡ് അപ്ലൈ ചെയ്തുകൊണ്ട് പൊതു താല്പര്യം മുൻനിർത്തി ഏത് കേസുകളും പിൻവലിക്കാൻ, കുറെ കേസുകൾ പിൻവലിക്കാൻ കഴിയില്ല, ആ കേസുകൾ അത് പറയുന്നുണ്ട്, ആ കേസുകൾ പിൻവലിക്കാനുള്ള അപേക്ഷ കൊടുക്കാം. എന്നാൽ അത് അങ്ങനെയുള്ള അപേക്ഷ CJM കോടതിയിൽ തിരിച്ചടി നേരിട്ടു, ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ടു, സുപ്രീം കോടതിയിൽ അൾട്ടിമേറ്റ്ലി തിരിച്ചടി നേരിട്ടു, യാതൊരു സംശയവുമില്ല. അപ്പോൾ 321 വകുപ്പിന്റെ പർവ്യൂവിൽ, അതിന്റെ പ്രിവിലേജിൽ ഈ കേസ് വരില്ല എന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി പറഞ്ഞതോടുകൂടി അതിൽ ലോ ഓഫ് ദി ലാൻഡ് ആണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ഇതിലെ വളരെ സുപ്രധാനമായ ഒരു നിയമപ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ സുപ്രധാനമായ നിയമപ്രശ്നത്തിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിൻ്റെ ഏടുകളിൽ നാഴികക്കല്ലെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം ആ ക്രിമിനൽ കേസ്, ഈ കേസ് എക്സ്ക്ലൂസീവ്ലി ട്രയബിൾ ബൈ ദ മജിസ്ട്രേറ്റ് കോടതി, അതായത് ക്രിമിനൽ കോടതികളുടെ ഏറ്റവും ചെറിയ കോടതിയായ മജിസ്ട്രേറ്റ് കോടതി ട്രൈ ചെയ്യപ്പെടേണ്ട ഒരു കുറ്റകൃത്യമാണ്. കാരണം പൊതുമുതൽ നശിപ്പിച്ചു ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇത്. ഗുരുതരമായ മോറൽ ട്രപ്റ്റിറ്റ്യൂഡ് വരുന്ന കൊലപാതക ശ്രമം, അബ്കാരി, നർക്കോട്ടിക് അല്ലെങ്കിൽ ബലാത്സംഗം, അത്തരം ഒരു കുറ്റകൃത്യമല്ല. മജിസ്ട്രേറ്റ് കോടതി ട്രൈ ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിമിനൽ കേസുകളുടെ സോൾ എന്ന് പറയുന്നത്, ഏത് ക്രിമിനൽ കേസിൻ്റെയും ആത്മാവെന്ന് പറയുന്നത് ആ കേസിൻ്റെ ട്രയലാണ്. അപ്പോൾ വിചാരണ നടക്കും. വിചാരണയെക്കുറിച്ചുള്ള കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച്
ആ കേസുകളുടെ സാക്ഷി 161 സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച്, ആ കേസിൻ്റെ സാക്ഷികളെക്കുറിച്ച്, അതിനെക്കുറിച്ചൊന്നും സുപ്രീം കോടതി കടന്നിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വിചാരണ കോടതിയിൽ വിചാരണ നടക്കട്ടെ. തീർച്ചയായിട്ടും വിചാരണയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ മന്ത്രി രാജിവെക്കേണ്ട, മന്ത്രി എന്നുള്ള ആരായാലും രാജിവെക്കേണ്ടി വരും. പക്ഷേ വിചാരണ ചെയ്യപ്പെടേണ്ട ഒരു പ്രതി തുടക്കത്തിൽ തന്നെ ഈ ഒരു കേസിന്റെ തുടക്കത്തിൽ തന്നെ വന്നതാണ്. അന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിരുന്ന ബീന, അവർ ഇന്നലെ കൂടി ഈ വിധിക്ക് ശേഷം അവർ പ്രതികരിച്ചു. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കുറെ അനുഭവിക്കേണ്ടി വന്നു എന്നൊരു വെളിപ്പെടുത്തലുമായിട്ടാണ് അവർ രംഗത്തെത്തിയത്. ഇങ്ങനെ ഒരു കേസ് നടക്കുമ്പോൾ, അതായത് ഒരു വശത്ത് വാദി സർക്കാർ, അപ്പുറത്ത് പ്രതി മന്ത്രി, അങ്ങനെ ഒരു കേസിൽ എത്രത്തോളം നീതിയുക്തമായി ആ കേസിൽ ഒരു വിചാരണ നടക്കും? എത്ര പേർ മൊഴി നൽകാൻ വരും? ഇപ്പുറത്ത് മന്ത്രിയാണ് പ്രതി, എത്ര പേർ ഏറ്റവും ഹൃദയത്തോട് ചേർന്നുള്ള മൊഴി നൽകും? സത്യം തുറന്നു പറയാൻ പറ്റും? ഒന്ന് ആലോചിക്കൂ, എന്തുമാത്രം സമ്മർദ്ദമാണ് ഉണ്ടാവുക ആ കേസിൽ. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നിയമസഭാ സാമാജികരായിട്ടുള്ള എത്രയോ ആളുകൾ, അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടുള്ളവർ തന്നെ, കേരളത്തിൽ മാത്രമല്ല അതിന് പുറത്തുമെല്ലാം തന്നെ എത്രയോറെ ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ളവർ വിചാരണ നേടുന്നവരുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സർവേയിൽ കേന്ദ്ര മന്ത്രിമാരിൽ 42% ആളുകൾ ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുന്നവരാണ്. അപ്പോൾ അത് നമ്മൾ ധാർമ്മികമായി ശ്രീജ ഉയർത്തിയ പ്രശ്നം ധാർമ്മികമായ ഒരു ചോദ്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ധാർമ്മികമായ അതിനപ്പുറം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ MLA-മാരെ 140 MLA-മാരെ എടുക്കുകയാണെങ്കിൽ തന്നെ എത്രയോ ആളുകൾ അവരുടെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ പ്രതിയല്ലാത്തവരാരുണ്ട്? എത്രയോ കേസുകളുണ്ട്. എന്തിനേറെ പറയുന്നു, പൊതുപ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ വിചാരണ ചെയ്യപ്പെടാൻ വേണ്ടി പ്രത്യേക ഒരു മജിസ്ട്രേറ്റ് കോടതി തന്നെ ഹൈക്കോടതി എറണാകുളത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിചാരണ നേടുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. അത് ശരിയാണെന്നുള്ള രൂപത്തിലല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് ഒറ്റപ്പെട്ട സംഭവമായി ശിവൻകുട്ടി ഇത്യാദ്യമായി ഒരു വിചാരണ നേടുന്ന മന്ത്രിയാണെന്നോ അല്ലെങ്കിൽ വിചാരണ നേടുന്ന പൊതുപ്രവർത്തകനാണെന്നോ കണക്കാക്കാൻ കഴിയില്ല. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ കുറേയേറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഞാൻ നേരത്തെ ശ്രീ പ്രിയദർശൻ തബ്ദിയോട് ചോദിച്ചു തുടങ്ങിയതുപോലെ ഇപ്പോൾ August 9 വിടുതൽ ഹർജി ആദ്യം എത്തുന്നു, വിചാരണയുണ്ട്. വിചാരണയ്ക്കൊടുവിൽ നമുക്കറിയാം എന്തൊക്കെ സംഭവിക്കാം. ഈ വിടുതൽ ഹർജിയിൽ അപ്പീൽ പോകാം, വിചാരണ നടന്ന് വിധി വന്നാൽ അതിന് അപ്പീൽ പോകാം, ഹൈക്കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം. ഒരു പക്ഷേ പതിറ്റാണ്ടുകളോളം നീളുന്ന ഒരു വ്യവഹാരത്തിലേക്ക് പോകാവുന്ന ഒരു സംഭവമാണിത്. നമുക്ക് അനുഭവമുണ്ട് എങ്ങനെയാണ് ഇത്തരം കേസുകളിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന്. അങ്ങനെ ഒരു കേസിൽ ഒരു നിയമത്തിൻ്റെ പരമാവധി എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താനുള്ള അവകാശം മന്ത്രി എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും വി ശിവൻകുട്ടിക്ക് അടക്കമുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ ഒരു സമയത്ത് പ്രതിപക്ഷം ഉയർത്തുന്ന രാജി എന്ന ആവശ്യത്തെ എങ്ങനെ വേണം കാണാൻ? ഈ വിഷയത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. ഇതൊരു സാധാ പെറ്റി കേസാണ്, ഒരു ക്രിമിനൽ കേസാണ്, ഇതിലത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് ഞാൻ കാണുന്ന പ്രാധാന്യം, ഈ സംഭവം നിയമസഭയിൽ നടന്ന ഒരക്രമമാണ് എന്നതാണ് എൻ്റെ പ്രാധാന്യം. നിയമസഭയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട യോഗ്യരാണ് എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞു വിട്ട ആളുകൾ നിയമസഭ തല്ലിപ്പൊളിക്കുന്നത് കേരളവും ഇന്ത്യയും ലോകവും കണ്ട ഒരു വലിയ സംഭവം നിയമസഭയിൽ നടന്നു. എന്നിട്ട് ഇത് സെക്ഷൻ 321 CRPC പ്രകാരമുള്ള ഒരു പെറ്റീഷൻ തള്ളിയതിൻ്റെ മേലുള്ള റിവിഷൻ, അതിൻ്റെ മണ്ടലുള്ള SLP അത് തള്ളിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വന്ന് വാദിച്ചെന്താണെന്ന് അറിയാമോ? സുപ്രീം കോർട്ടിൽ പറഞ്ഞത് സെക്ഷൻ 321 പ്രകാരം പ്രോസിക്യൂട്ടർ ഒരു പെറ്റീഷൻ കൊടുത്താൽ വാലും തലയില്ലാതെ മജിസ്ട്രേറ്റ് അത് പിൻവലിച്ചു കൊടുത്തോണം. അങ്ങനെയാണ് ഒരു വാദം. രണ്ടാമത്തെ വാദം, നിയമസഭയിൽ എന്ത് തോന്നിയാസം കാണിച്ചാലും അത് ഒരു പ്രിവിലേജ് ആയിട്ട് കണക്കാക്കണം. മൂന്നാമത്തെ വാദം, നിയമസഭയിൽ ഏത് തരത്തിലുള്ള അക്രമം കാണിച്ചാലും അതിന് സ്പീക്കറുടെ പെർമിഷൻ മേടിച്ചിട്ട് ചെയ്യണം. നാലാമത്തെ വാദം, നമ്മളെല്ലാം കണ്ട വിസിബിളായിട്ടുള്ള വീഡിയോഗ്രാഫില്ലേ, അതൊരു തെളിവേ അല്ല, ആ തെളിവ് അംഗീകരിക്കാൻ പറ്റില്ല. ഈ 4 വാദവും ഉന്നയിച്ചിട്ട് ഈ 4നെയും കോടതി ഇൻ്റർപ്രറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാദം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് ഈ അക്രമമൊക്കെ നടത്തുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 194-ൻ്റെയും ആർട്ടിക്കിൾ 105-ൻ്റെയൊക്കെ പ്രിവിലേജ് ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ പറഞ്ഞ് വാദിക്കാനുള്ളൊരു ധൈര്യമുണ്ടല്ലോ. ഇതൊക്കെ കൊണ്ട് സുപ്രീം കോടതി ചെന്നതിന് ശേഷം സുപ്രീം കോടതി ഓരോന്നോരോന്ന് അക്കമിട്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം അതേ നിയമസഭയിൽ വന്നു നിന്നുകൊണ്ട്
ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വാദിക്കുക, ഇതിൽ തെറ്റില്ല എന്ന് വാദിക്കുക. ഞാൻ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ സാധാ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പൂടെ കൊടുക്കണം, എങ്കിൽ മാത്രമേ നല്ല മെസ്സേജ് കിട്ടുകയുള്ളൂ. ഈ ഡെമോക്രസിയിലെ രാഷ്ട്രീയക്കാർ, പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ട്, സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ വേറൊന്നുണ്ട്. ഈ പൊളിറ്റീഷ്യൻ്റെ ചിന്ത എന്ന് വെച്ചാൽ അന്നത്തെ കാര്യം തള്ളി നീക്കലാണ് അന്നത്തെ ജോലി. ഇത് പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു കൂട്ടായ്മയായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുക. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഞാൻ എന്ത് മെസ്സേജ് കൊടുക്കുന്നു, എന്താണ് ഞാൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലിരുന്നു കൊണ്ട് ഇന്ത്യ എന്ന സ്വപ്നം കണ്ട ആ സാമാജികർ എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിൽ എഴുതിയുണ്ടാക്കി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഈ സ്റ്റേറ്റിൽ ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് എന്തിനേയും ന്യായീകരിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചില്ലേ 1957, ടി കൃഷ്ണമാചാര്യ രാജിവെച്ചില്ലേ, VK കൃഷ്ണമേനോൻ രാജിവെച്ചില്ലേ. അവരൊക്കെ ചെറിയ കാര്യങ്ങളാണ്. കാരണം അതിൽ അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാണ്. ഈ ചെറുകിട വിഷയത്തിൽ പോലും ഞങ്ങളൊരു മെസ്സേജ് കൺവേ ചെയ്യാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറയുക, ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ വ്യാപ്തിയേക്കാൾ ഉപരി കേരളത്തിൻ്റെ നിയമസഭയിലെ കൊണ്ട് മടക്കി കുത്തി അതിൻ്റെ മകളിൽ കയറുകളിൽ എല്ലാം തല്ലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം അത് വിഡ്രോ ചെയ്യാൻ പോയി. എന്നിട്ട് വിഡ്രോ ചെയ്യുക, അതായത് പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്ത സ്റ്റേറ്റ് തന്നെ സുപ്രീം കോടതി പോയി വിഡ്രോ ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുക, പ്രതിക്ക് വേണ്ടി വാദിക്കുക. എന്നിട്ട് അത് തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് തെറ്റല്ല എന്ന് വീണ്ടും നിയമസഭയെന്ന് വാദിക്കുക. അത് വാദിക്കാനുള്ള ധൈര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുക. ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ ന്യായീകരിക്കണം. ന്യായീകരിക്കുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ആർക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? ഈ ജനാധിപത്യത്തിൽ എന്തിനു വേണ്ടിയാണ്? ഈ നിയമനിർമ്മാണ സഭയിൽ, അതായത് IPCയും CRPCയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമെൻഡ് ചെയ്യേണ്ട പാർലമെൻറ്റും നിയമസഭയും, അവിടെ എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം നമ്മൾ പഠിക്കണ്ടേ? നാളെ നമുക്ക് വേണമെങ്കിൽ ഒരു നിയമം എഴുതി ഉണ്ടാക്കാം. ഈ മർഡറിന് തൂക്കിക്കൊല്ലാൻ ഒഴിവാക്കിയേക്കാം, അല്ലെ മർഡറിന് ഒരു 2 കൊല്ലത്തെ ശിക്ഷയാക്കിയേക്കാം. ഇതൊക്കെ നിയമം ഉണ്ടാക്കേണ്ട സഭയാണേ. ആ സഭയിലിരിക്കുന്ന ആളുകൾ നടത്തിയ അക്രമത്തെ ലൈറ്റായിട്ട് കാണുന്നതും ചർച്ച ചെയ്യുന്നതും പോലും നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാസ്വപ്നവുമായി ഇറങ്ങിത്തിരിച്ച ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആ പാവങ്ങളോട് ചെയ്യുന്നൊരു വലിയ ക്രൂരതയാണ് കേട്ടോ. ആ ചിന്തകൾ നമുക്ക് മാറും. അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും ഏത് പാർട്ടിയുമാട്ടെ, UDFിലോ LDFിലോ ഉള്ള പാർട്ടി ആകട്ടെ, ഇത്തരം കാര്യങ്ങളെ വെച്ച് ഉറപ്പിച്ച് ന്യായീകരിക്കേണ്ട ഗതികേട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്ത്യയിൽ പലയിടത്തും ബീഹാർ നടന്നിട്ടുണ്ട്, ജാർഖണ്ഡിൽ നടന്നിട്ടുണ്ട്, ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നടക്കാമെന്ന് പറയാമോ? അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുമെന്നാണോ പറയുന്നത്? അങ്ങനെ പറ്റില്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഒരാൾ നിൽക്കല്ലേ, അടുത്ത തലമുറയ്ക്കുള്ള മാർഗദർശിയായിട്ട്. അദ്ദേഹം ആ വിഷ്വൽസ് ഒന്നുകൂടെ കാണിക്കാമോ? നിങ്ങളിപ്പോൾ ഇത് കാണിക്കുന്ന ആ വിഷ്വൽസ് ഒന്നിട്ടേ, ആ വിഷ്വൽസ് കണ്ടുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആ വിഷ്വൽസ് എല്ലാം കണ്ടതിന് ശേഷം ഇതിനകത്ത് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് അത് ഒരിക്കലും നമ്മുടെ എത്രയോ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് ഈ കേരളത്തിൽ. 50 കൊല്ലത്തെ അക്രമങ്ങൾ മുഴുവൻ നമ്മളൊന്ന് ഓർക്കാൻ ശ്രമിച്ചു നോക്കിയേ. ഈ അക്രമം നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. കാരണം നിയമസഭയുടെ അകത്തളത്തിൽ നിന്ന് സ്പീക്കറുടെ ഇതിൽ കയറി നിന്നുകൊണ്ട് അത് വലിച്ചു പറിച്ച് പൊട്ടിച്ച് നമ്മൾ ഒരു EP ജയരാജൻ 5 കൊല്ലം മന്ത്രിയായിരുന്ന ആൾ, അദ്ദേഹം ഒരു കസേര എടുത്ത് വലിച്ച് താഴോട്ടിട്ട് നോക്കാണ്ട് ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണേ. എന്നിട്ട് അത് ന്യായീകരിക്കാനുള്ള ഒരു തൻ്റെ ഇടമുണ്ടല്ലോ, അത് ആ 2ാം വരവിൻ്റെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്തതിൻ്റെ ഒരു ധാർഷ്ട്യമാണെങ്കിൽ ആ ധാർഷ്ട്യം ഉണ്ടാകരുത്. നിയമപരമായി നിങ്ങൾ പറഞ്ഞ ചോദ്യം കറക്റ്റാണ്. ഡിസ്ചാർജ് പെറ്റീഷൻ പോകാം, ആ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളാം അല്ലെങ്കിൽ അനുവദിക്കാം. അതിന് മേൽക്കോടതികളിൽ പോകാം, ക്രിമിനൽ എംസി കൊടുക്കാം, സുപ്രീം കോർട്ടിലൊക്കെ പോകാം, ശിക്ഷിക്കാതിരിക്കാം, ഒക്കെ ചെയ്യാം. അവിടെ നിങ്ങൾ പറഞ്ഞ പ്രസക്തമായ ഒരു ചോദ്യം, ഈ സർക്കാർ തന്നെയാണ് ഈ പ്രോസിക്യൂഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ സംരക്ഷിക്കപ്പെടുമോ അതോ ഇവർക്കെതിരെ ശിക്ഷിക്കുമോ എന്ന വിഷയങ്ങളൊക്കെയാണ്. അത് മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ഇവിടെ പൊതുസമൂഹത്തിൽ എല്ലാവരും ഉണ്ടല്ലോ. മുന്നോട്ട് പോകുന്ന സമയത്ത് ഏത് തരത്തിൽ ഇടപെടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇടപെടാൻ ശ്രമിക്കാം. അപ്പോൾ ഏതായാലും ശരി, ഇതൊരു ഈ രാജ്യത്തിന് ഒരു മെസ്സേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രോസിക്യൂഷൻ ആക്ഷൻ ആയിരിക്കണം, ഒരു ട്രയൽ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകരാണ്, രാഷ്ട്രീയമുള്ള ആളാണ്, ഒരു അഭിഭാഷകരാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു മെസ്സേജ് വേണം. അടുത്ത തലമുറ ഇതുപോലെ തന്നെ ഈ നിയമസഭയിലിരിക്കുന്ന ആളുകളും നാളെ ഒരു സമരം വന്നു, UDFകാരുടെ അങ്ങോട്ട് കൂടി തല്ലിപ്പൊളിക്കാമോ? അങ്ങനെ തല്ലിപ്പൊളിക്കാൻ ഉണ്ടാക്കിയതല്ല, ഇത് നമ്മുടെ ടാക്സ് മണിയാണ്. ഇത് നിയമസഭയിൽ കയറി തല്ലിപ്പൊളിച്ചിട്ട് പറയും അത് ശരിയാണെന്ന് UDFകാർ പറഞ്ഞാൽ അതിനെ നമ്മൾ ന്യായീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളൊന്നും മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ എത്ര വലിയ ആൾ ന്യായീകരിച്ചാലും ശരി, ന്യായീകരിക്കുന്നതിന് നമുക്ക് കൂടെ നിൽക്കാൻ സാധിക്കില്ല. ശരി, ഇന്നലെ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചില അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്പീക്കർ 13 MP-മാരെ വിളിച്ചു വരുത്തി ഒരു താക്കീത് കൊടുത്തിരുന്നു. ആ താക്കീതിനൊടുവിൽ പറഞ്ഞത് കേരള നിയമസഭയിലെ പോലെ ആകാൻ ശ്രമിക്കരുത് എന്നതാണ്. എന്ത് സന്ദേശമാണ് കേരള നിയമസഭ രാജ്യത്തിന് കൊടുക്കുന്നത്? കേരളത്തിൽ നിന്നുള്ള MP-മാർ മാത്രമല്ലായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്, 13 MP-മാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ നടന്ന അക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞത്. നമുക്കതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.